أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് മഹത്തായ റമദാനും പെരുന്നാളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇൽമിൻ്റെ ഈ സദസ്സിലേക്ക് വീണ്ടും തിരിച്ചു വരാനും അതിൽ പങ്കെടുക്കാനും അതിൽ ഭാഗവാക്കാകാനും അതിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാനും പറയാനും പഠിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി. അവൻ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ പങ്കെടുത്തിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ കാര്യങ്ങൾ കൃത്യമായി അത് പഠിക്കാനും മനസ്സിലാക്കാനും ആ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് പിന്തുടർന്നുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാനും അതിലായി മരണപ്പെടാനും അള്ളാഹുവിനെ സുഖലോക സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനും ഈ ആദർശവുമായി കണ്ടുമുട്ടാനും അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപകാരപ്രദമായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമുക്ക് അവൻ അറിയിച്ചു തന്ന പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അവൻ അത് നമുക്ക് ഉപകാരമുള്ളതാക്കി തീർക്കുകയും ചെയ്യുമാറാവട്ടെ. അബൂ ജാഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുബാറക്കായ അൽ അഖീദത്തു തഹാവിയയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് തുടർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഭാഗം നമ്മൾ പറഞ്ഞു എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയ ഖുലഫാഉർ റാഷിദുകൾ, അതിൽ ഏറ്റവും ആദ്യം ആ മഹത്തായ സ്ഥാനത്തിന് അർഹനായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മളത് അംഗീകരിക്കുന്നു. അത് നമ്മുടെ ആദർശവും അഖീദയും വിശ്വാസവുമായി നമ്മൾ സ്വീകരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അർഹതയും യോഗ്യതയുമുള്ള ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥാനം അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ വഫാത്തിനോട് അടുത്ത സമയത്ത് പിന്നീട് അദ്ദേഹത്തിന്റെ ശേഷം ഉമ്മത്തിന്റെ ഈ നേതൃത്വം ഏറ്റെടുക്കാൻ രണ്ടാമത്തെ ഖലീഫയായിക്കൊണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് അദ്ദേഹം വസിയത്ത് ചെയ്ത് അവിടുത്തെ സഹാബത്തിനെ ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചത്. അത് തന്നെയായിരുന്നു അതിൽ ശരിയായ നിലപാട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ രണ്ടാമത്തെ സ്ഥാനക്കാരൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അത് തന്നെയാണ് നമ്മുടെയും വിശ്വാസം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഇതാണ്. മൂന്നാമതായിക്കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം ഈ ഉമ്മത്തിന്റെ നേതൃത്വത്തിന് അർഹതയും യോഗ്യതയും ഉണ്ടായിരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ദുന്നൂറൈൻ, മഹാനായ ആദരണീയനായ ആ സ്വഹാബിക്കായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അത് തന്നെയാണ്. എന്തുകൊണ്ട് ഇത് അഹ്ലുസുന്നയുടെ അഖീദയാണ് എന്നിങ്ങനെ എടുത്ത് പറയാൻ കാരണം, ഇത് നമ്മുടെ വിശ്വാസമാണ് എന്ന് പറയാൻ കാരണം, വലാലത്തിന്റെ വഴികേടിന്റെ ആളുകൾ, റാഫിലികൾ, ഷിയാക്കൾ എന്നൊക്കെ പറയുന്ന ആ പേരിലറിയപ്പെടുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ പേരിലും ലേബലിലുമായിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഈ പറയുന്ന ഷിയാക്കൾ, റാഫിലികൾ എന്നൊക്കെ പറയുന്ന ശത്രുക്കൾ പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം ആ സ്ഥാനത്തിന് അർഹതയുണ്ടായിരുന്നത് അലി റളിയല്ലാഹു അൻഹുവിനാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളായ ഹസൻ ഹുസൈൻ എന്നിവർക്കൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നുണ്ടവർ. യഥാർത്ഥത്തിൽ അവർ ആ പറയുന്നതിൽ സത്യത്തിന്റെ ഭാഗത്തല്ല, അസത്യത്തിന്റെ ഭാഗത്താണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായി നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായി അവർക്ക് എതിർക്കാൻ കഴിയാത്ത ഒരു മറുപടി, ഒരുപാടുണ്ട്, ഒരു മറുപടി ആര് എവിടെ വെച്ച് അവരുടെ പ്രസംഗങ്ങളിലോ എഴുത്തുകളിലോ
ഒറ്റക്കോ കൂട്ടായോ അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം സ്വാഭാവികമായി ഈ പറയുന്ന ഉമ്മത്തിന്റെ നേതൃത്വത്തിന് അർഹതയുണ്ടായിരുന്നത് അലി റളിയല്ലാഹു അൻഹുവിനും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകൾക്കുമാണ് എന്ന് എവിടെ വെച്ച് പറയുന്നുണ്ടെങ്കിലും അതിനൊരുപാട് പഠനത്തിന്റെ ചിന്തയുടെ ആവശ്യമില്ലാതെ കൊടുക്കാൻ പറ്റുന്ന ശക്തമായൊരു മറുപടി, നിങ്ങൾ കളവാണ് പറയുന്നത്, നിങ്ങൾ പറയുന്നത് സത്യത്തിന്റെ യാതൊരു ഒരു ലവലേശം സത്യം നിങ്ങൾ പറയുന്നതിലില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി നേതാവായി അന്നുണ്ടായിരുന്ന സഹാബികൾ തെരഞ്ഞെടുക്കുക. അദ്ദേഹത്തിന് കൈ കൊടുത്തുകൊണ്ട് അവർ ഞങ്ങളുടെ നേതാവ് അമീറായി ഖലീഫയെ ഞങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, സ്വീകരിച്ചു എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ്. ആ കൊടുത്ത കൂട്ടത്തിൽ ആരുണ്ട്? അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ കൈ കൊടുത്ത് അംഗീകരിച്ച അദ്ദേഹത്തിന് നേതാവായി സ്വീകരിച്ച കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈ പറയുന്ന ഷിയാക്കൾ പറയാണ് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു അർഹതപ്പെട്ട ആള് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇമാമാണ് എന്ന് ഏറ്റവും ആയത്തെ നിങ്ങൾ ഇമാമ് എന്ന് അലി റളിയല്ലാഹുവിനെ തെറ്റിന് കൂട്ടുനിന്നു എന്ന് നിങ്ങൾ പറയേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം നേതൃത്വം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഏൽപ്പിക്കുകയും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്ത കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ അലി റളിയല്ലാഹു അൻഹു ഈ തെറ്റിന് കൂട്ടുനിന്നു എന്ന് നിങ്ങൾ പറയുമോ? അത് പറയാൻ ഒരിക്കലും അവർ സമ്മതിക്കൂല. എന്നാൽ അലി റളിയല്ലാഹു ചെയ്തത് നല്ല ഒരു രീതിയാണ്, നല്ല ഒരു നിലപാടാണ് എന്നുണ്ടെങ്കിൽ ആ നിലപാടേ ഞങ്ങളും സ്വീകരിച്ചിട്ടുള്ളൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ള സഹാബികൾ മുഴുവനും സ്ത്രീകളും പുരുഷന്മാരും മുതിർന്നവരും കുട്ടികളും അന്ന് സ്വീകരിച്ചിട്ടുള്ളൂ. ഇന്ന് വരെയുള്ള അഹ്ലുസുന്നത്തിന്റെ ആളുകൾ ആ പറയുന്ന ആദർശേ പറയുന്നുള്ളൂ. ഖിയാമത്ത് നാൾ വരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഇത് തന്നെയാണ്, നിലപാട് ഇത് തന്നെയാണ്. അലി റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്നത് അംഗീകരിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് അംഗീകരിച്ചിട്ടുണ്ട്. അവർ മുഴുവനും അംഗീകരിച്ച് നല്ലതായി കണ്ട ആ കാര്യേ ഞങ്ങളും നല്ലതായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ, ആദർശമായി ഞങ്ങളും സ്വീകരിച്ചിട്ടുള്ളൂ. മറ്റു ഒരുപാട് മറുപടികൾ, ഒരുപാട് അവർക്ക് തെളിവുകൾ കൊടുക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടുത്ത് ഉണ്ട്. താൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തുകൊള്ളുകയും ഫജ്ർ നിസ്കാരത്തിൽ ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് മജൂസിയായിരുന്ന മുഗൈറ റളിയല്ലാഹുവിന്റെ അടിമയായിരുന്ന അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന ആ ഇസ്ലാമിന്റെ ശത്രുവായ മജൂസിയായ ആ മനുഷ്യൻ രണ്ട് ഭാഗത്തും മൂർച്ചയുള്ള വിഷത്തിലൂട്ടപ്പെട്ട ആയുധം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചതിയിൽ നിസ്കാരത്തിൽ ഇമാമായി നിർവഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കുത്തുകയാണ്. അങ്ങനെ കുത്തിപ്പോകുന്ന പോക്കിൽ 10-12ഓളം അത് 17ഓളം വരുന്ന സഹാബികളെ സ്വഫിൽ ഇടത്തും വലത്തുമുള്ള ആളുകളെ ഈ മനുഷ്യൻ കുത്തി. അതിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. അങ്ങനെ ആ നിസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹാബി ഈ ശത്രുവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിസ്സഹായത നിസ്കാരത്തിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം ധരിച്ചുകൊണ്ടിരുന്ന പുതച്ചുകൊണ്ടിരുന്ന വലിയൊരു കമ്പിളി പുതപ്പ് ഈ ശത്രുവായ ഈ അടിമ ഈ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മനുഷ്യന്റെ മുകളിലേക്കിട്ടു, കൂട്ടിപ്പിടിച്ചു. അങ്ങനെ കൂട്ടിപ്പിടിച്ച് അവൻ പിടികൂടപ്പെടുമെന്ന് അവന് ബോധ്യമായപ്പോ അവന്റെ സ്വന്തം ശരീരത്തെ ആ ആയുധം കൊണ്ട് കുത്തി ആത്മഹത്യ ചെയ്യുക ചെയ്തത്. അവൻ കുത്തി കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ ഇടയിൽ ഈ സംഭവം സംഭവിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖതലനി ഹാദിൽ ഖൽബു എന്നോ അതല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി എന്നെ കൊന്നു എന്ന് പറഞ്ഞ് നിസ്കാരത്തിന്റെ ഇടയിൽ ഇമാമായി നിൽക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കൈ പിടിച്ചുകൊണ്ട് ഇമാം നിൽക്കുന്ന സ്ഥാനത്തേക്ക് വലിച്ചു നിർത്തി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹും മുന്നിലെ സഫിലുള്ള ആളുകളും ഈ പറയുന്ന പ്രയാസകരമായ രംഗം അവർ സാക്ഷ്യം വഹിച്ചു. നിസ്കാരത്തിലാണ്, അത് ഒഴിവാക്കാനും വയ്യ. ഇമാമ നിൽക്കുന്ന അമീർ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹുവിനെ കുത്തി അദ്ദേഹം വീണ് കിടക്കാണ്, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പ്രയാസകരമായ രംഗാണ്. പിന്നിലുള്ള സഫിലുള്ള ആളുകൾക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് അവർക്ക് അറിയുന്നില്ല. ഉമർ റളിയല്ലാഹുവിന്റെ ഖിറാഅത്ത് അവർ കേൾക്കുന്നില്ല. ഉമർ റളിയല്ലാഹു ഫജ്ർ നിസ്കാരത്തിൽ അല്പം ദീർഘമായ സൂറത്ത് യൂസുഫ് അതല്ലെങ്കിൽ സൂറത്ത് നഹൽ പോലത്തതൊക്കെ ഒരു റക്അത്തിൽ പാരായണം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് നിലച്ചപ്പോൾ പിന്നിലുള്ള സഫിലുള്ള ആളുകൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഏതായാലും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വളരെ ചെറിയ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നിസ്കാരം പൂർത്തീകരിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്, ആരാണ് ചെയ്തത്? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പോയി നോക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പം അദ്ദേഹം പോയിട്ട് വന്നു പറഞ്ഞു, മുഗൈറയുടെ അടിമയായിരുന്ന അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന ആ മനുഷ്യനാണ്. ഈ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന ഈ മനുഷ്യൻ മദീനയിൽ ഇരുമ്പിന്റെ അതിന്റെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ആ ജോലി എടുത്തുകൊണ്ട് കഴിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയായിരുന്നു. മുഗൈറ റളിയല്ലാഹു അൻഹു ഇവനിൽ നിന്ന് കൂടുതൽ പ്രതിഫലം വാങ്ങുന്നു എന്ന് പറയുന്ന പരാതി പറയാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് തലേ ദിവസം വന്നിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മുഗൈറയോട് നിന്റെ അടിമയിൽ നിന്ന് കൂടുതൽ കൂലി വാങ്ങി അവനെ പ്രയാസപ്പെടുത്തരുതേ,
അവനോട് ദയ കാണിക്കണം എന്ന് ഉപദേശിച്ചിരുന്നു. പക്ഷെ എന്നിട്ടുകൂടി ഈ ഈ ദുഷിച്ച ഈ മനുഷ്യൻ ഈ കടുങ്കൈ ചെയ്തു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കൊക്കെ അതിൽ ശക്തമായ പങ്കുകളുണ്ടാകും. അവർ അന്ന് മദീനയിലുണ്ടായിരുന്ന ഈ ചലനങ്ങളും മുസ്ലിം രാജ്യത്തിന്റെ കാര്യങ്ങൾ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണെങ്കിലും ഉമർ റളിയല്ലാഹുവിന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോയി. ചില ആളുകൾ പറഞ്ഞു സാരല്ല, ചെറിയ മുറിവുള്ളൂ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. മറ്റു ചില ആളുകൾ പറഞ്ഞു അതല്ല, അത് മാരകമായ ഒരു മുറിവാണ്, അദ്ദേഹം ഇതിൽ മരണപ്പെടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ പഴത്തിന്റെ ചാറ് കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. അത് കൊണ്ടുവന്ന് ഉമർ റളിയല്ലാഹുവിനെ കുടിപ്പിക്കപ്പെട്ടു. കുടിച്ചു. ആമാശയത്തിൽ നിന്ന് പുറത്തു പോന്നു എന്ന് പറഞ്ഞാൽ ഈ മുറിവ് മാരകമാണ്, ആമാശയമാ കീറിപ്പൊളിഞ്ഞിരുന്നു എന്നർത്ഥം. അതിന്റെ ശേഷം പാല് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ പാല് കുടിപ്പിച്ചപ്പോൾ അതും തന്നെ വായിൽ കൂടെ കുടിപ്പിച്ച പാല് ആമാശയത്തിന് പുറത്തേക്ക് വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഉമർ റളിയല്ലാഹുവിന് ഇതിൽ വഫാത്താകും, ഇത് മാരകമായ മുറിവാണ്, അദ്ദേഹത്തിന് ഇനി രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. അപ്പോൾ സ്വഹാബികളിൽപ്പെട്ട ആളുകൾ പലരും അദ്ദേഹത്തിനെ കണ്ട് വന്ന് സമാധാനിപ്പിക്കുവാനും അദ്ദേഹത്തിന്റെ നന്മകൾ പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹുവിനെ ആശ്വസിപ്പിക്കാനും വന്നതിന്റെ കൂട്ടത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹ, മകള് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിരുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹ വന്നു. പിതാവിന്റെ അടുത്ത് വന്ന് സങ്കടപ്പെട്ട് അല്പം കരഞ്ഞു. അങ്ങനെ മറ്റു പുരുഷന്മാർക്ക് വരാൻ വേണ്ടി അവർ മറയുടെ പിന്നിലേക്ക് പോയി. അപ്പൊ അവിടെയുണ്ടായിരുന്ന ആളുകൾ ഉമർ റളിയല്ലാഹുവിന് വഫാത്താകും എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ ശേഷമുള്ള ഭരണാധികാരിയെ നിങ്ങൾ വസിയത്ത് ചെയ്തിട്ട് ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരി അമീറുൽ മുഅ്മിനീൻ. ഉമർ റളിയല്ലാഹു വഫാത്താകാൻ പോവുകയാണ്, നിങ്ങളുടെ ശേഷം ആരെയാണ് ഞങ്ങളുടെ ഭരണാധികാരിയായി, ഞങ്ങളുടെ ഖലീഫയായി നിങ്ങൾ തെരഞ്ഞെടുക്കുന്നു, നിശ്ചയിക്കുന്നു, നിങ്ങൾ അത് ഞങ്ങൾക്ക് അറിയിച്ചു തരി, വസിയത്ത് ചെയ്യി. നിങ്ങളുടെ ശേഷമുള്ള ഭരണാധികാരിയെ ഞങ്ങൾക്ക് നിങ്ങൾ അറിയിച്ചു തന്നതിന്റെ ശേഷം വഫാത്താകുന്ന ആ സമയത്ത് പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ഉമർ റളിയല്ലാഹുവിനോട് ആളുകൾ ഭരണാധികാരിയെ നിശ്ചയിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അദ്ദേഹം അവിടെയുള്ള സ്വഹാബികളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട് അവിടുന്ന് തൃപ്തിപ്പെട്ട് അവിടുന്ന് നല്ല നിലക്കുള്ള പ്രശംസകൾ നൽകിക്കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട 6 ആളുകൾ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ 6 വ്യക്തികൾ. ഈ 6 വ്യക്തികളിൽപ്പെട്ട ഒരാളെ നിങ്ങൾ എന്റെ ശേഷം നിങ്ങളുടെ ഖലീഫയായി തെരഞ്ഞെടുക്കൂ, ഞാൻ അവരെയാണ് നിശ്ചയിക്കുന്നത്. ഈ ബാധ്യത, ഈ ഉത്തരവാദിത്വം ഈ 6 ആളുകളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അവരിൽപ്പെട്ട ഒരാളെ നേതാവായിട്ട് ഖലീഫയായിട്ട് അവർ തെരഞ്ഞെടുക്കട്ടെ എന്ന് പറഞ്ഞു. ഈ 6 ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം, തുൽഹത്ത് ഇബ്നു ഉബൈദുല്ല, സഅദ് ഇബ്നു അബി വഖാസ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്. അശറത്തുൽ മുബശ്ശറ എന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 4 ഖുലഫാ ഉർ റാഷിദുകളിൽ കൂട്ടത്തിൽപ്പെട്ട 2 ആൾ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. പിന്നെ തുൽഹത്ത് ഇബ്നു ഉബൈദുല്ല, സഅദ് ഇബ്നു അബി വഖാസ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, പിന്നെ ഈ പറയുന്ന മറ്റ് 4 ആളുകളും. ഈ മറ്റ് 4 ആളുകൾ ആരൊക്കെ? സുബൈർ ഇബ്നുൽ അവ്വാം, സഅദ് ഇബ്നു അബി വഖാസ്, തുൽഹത്ത് ഇബ്നു ഉബൈദുല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അലി ഇബ്നു അബി ത്വാലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ പറയുന്ന 6 ആളുകൾ, ഈ 6 ആളുകൾ അസ്ഹാബു ശൂറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൃത്യമായി പേര് പറഞ്ഞുകൊണ്ടാണ് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചുകൊണ്ടാ പോകുന്നത്. എന്റെ ശേഷം നിങ്ങളുടെ ഖലീഫയായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച് മറ്റൊരു രൂപമാണ് 6 പ്രമുഖരായ സഹാബികൾ അല്ലാഹുവിന്റെ റസൂൽ തൃപ്തിപ്പെട്ട് സ്വർഗാവകാശികളാണ് എന്ന് പറഞ്ഞ് പ്രവചിച്ചു പോയ 6 ആളുകളിൽപ്പെട്ട ഒരാളെ നിങ്ങൾ തെരഞ്ഞെടുത്തോളി എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയാണ് സ്വീകരിച്ചത്. ഇസ്ലാമിൽ ഭരണാധികാരികളെ സ്വീകരിക്കാവുന്ന, നമുക്ക് പിൻപറ്റാവുന്ന വ്യക്തമായ ഓരോ രീതികളാണിതൊക്കെ. കൃത്യമായ ഒരാളുണ്ടെങ്കിൽ, ഇപ്പോൾ ഭരണാധികാരികൾ സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഭരണാധികാരികൾ അവരുടെ ശേഷം ഇന്ന ആൾ എന്നുള്ളൊരു വ്യക്തിയെ പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ആളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി. ഇതൊക്കെ അതിൽ അനുവദനീയമായ മാർഗങ്ങളാണ് ഈ പറയുന്ന ഖുലഫാ ഉർ റാഷിദുകൾ സ്വീകരിച്ചതുപോലെ. അങ്ങനെ ഈ 6 അദ്ദേഹം ഏൽപ്പിച്ചതിന്റെ ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ 6 കൂടിയാലോചനകൾ നടത്തി. ഒരു രാത്രി പൂർണ്ണമായിട്ടും കൂടിയാലോചന നടത്തിയതാണ്. മറ്റുള്ള സഹാബികളോട്, മുഹാജിരികളോട് പ്രത്യേകിച്ച്, അൻസാരികളോട് പ്രത്യേകിച്ച്, മറ്റുള്ള ആളുകളോട് വേറെ അഭിപ്രായങ്ങൾ ഇതൊക്കെ ചോദിച്ചതിന്റെ ശേഷം ഈ 6 ആളുകളുമായി വീണ്ടും അദ്ദേഹം കൂടിയാലോചന നടത്തി. അങ്ങനെ കൂടിയാലോചന നടത്തിയതിന്റെ ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാനത് ഭംഗിയായിട്ട് നിർവഹിച്ചു തരാം. നിങ്ങളെ കാര്യങ്ങൾ ഓരോരുത്തരും എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ. അങ്ങനെ 6 ആളുകളിൽപ്പെട്ട ഓരോ ആളുകളും ഏറ്റവും ആദ്യം അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചു. സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാര്യം തുൽഹത്തിന്,
സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാര്യം, ഈ പറയുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്, ഇങ്ങനെ 3 ആളുകൾ, അങ്ങനെ 6 ഉള്ളത് ചുരുങ്ങി 3 ആയി. 3 ആളുകളിൽപ്പെട്ട ആളുകളോട് അലി പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അലി ബിൻ അബി താലിബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അങ്ങനെ അദ്ദേഹം ആദ്യം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് കൂടിയാലോചന നടത്തി കാര്യങ്ങൾ ഉപദേശിച്ചു പറഞ്ഞു. പിന്നെ അതിന്റെ ശേഷം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും ഈ ഉത്തരവാദിത്തം നിങ്ങൾക്ക് താല്പര്യമില്ല എന്നെങ്കിൽ ഞാൻ ഏതായാലും അത് സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് നിങ്ങളിൽപ്പെട്ട ഒരാളെ ഞാൻ ഏറ്റെടുക്കാൻ ഭരണാധികാരിയാക്കാൻ നിശ്ചയിക്കാൻ തീരുമാനിക്കുന്നു. ആരെ ഞാൻ തെരഞ്ഞെടുത്തു എന്നുണ്ടെങ്കിലും നിങ്ങൾ മറ്റുള്ള ആളത് തൃപ്തിപ്പെടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. കൃത്യമായി അവരിന്ന് വാക്കുവാങ്ങി. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിനോട് കൈ ഉയർത്താൻ വേണ്ടി പറയുകയും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഉടനെ അലി റളിയല്ലാഹുവിനും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. മറ്റുള്ള സഹാബികൾ, പ്രമുഖർ, മുഹാജിരികൾ, അൻസാരികൾ ബൈഅത്ത് ചെയ്ത് പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി അവിടെ നിയമിതനാകുന്നത്. അതല്ലാതെ അധികാര വടംവലിയോ മറ്റുള്ള ആളുകളെ തഴയലോ വേറെ ഏതെങ്കിലും വഞ്ചനകളോ വേറെ ഏതെങ്കിലും ശത്രുതയോ ഒന്നുമില്ലാത്ത പൂർണ്ണ സമ്മതത്തോടുകൂടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുക്കുകയാണ്. ഇതാണ് ചരിത്രങ്ങൾ, കൃത്യമായ ചരിത്രങ്ങൾ ഇത്. അതല്ലാതെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലത്തെ തെറ്റായ ഒരു രീതികളും ബഹുമാന ആദരണീയരായ ആ സഹാബികളുടെ ആരുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മഹത്തായ ഈ സ്ഥാനത്തിന് അർഹനും യോഗ്യനുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത നന്മകളെ എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞ ധാരാളം ഹദീസുകൾ, ധാരാളം സംഭവങ്ങൾ സഹാബികൾക്ക് അവരുടെ ഇടയിൽ പ്രസിദ്ധമായ കാര്യങ്ങളായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ അബൂ അബ്ദുള്ള, അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത് അബൂ അബ്ദുള്ള എന്ന പേരിൽ അറിയപ്പെട്ട ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ എന്ന് പറയുന്ന ആ ഭാര്യയിൽ നിന്ന് ഉണ്ടായ പുത്രനാണ് അബൂ അബ്ദുള്ള. 6 വയസ്സുവരെയാണ് ഈ കുട്ടി ജീവിച്ചത്. അതിന്റെ ശേഷം അത് മരണപ്പെട്ടു. റഹിമഹുല്ല. ആ പറയുന്ന കുട്ടിയുടെ പേരിലേക്ക് ചേർത്തുകൊണ്ട് അബൂ അബ്ദുള്ള എന്ന പേരിലായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടിരുന്നത്, കുഞ്ഞത്ത്. അതിന്റെ മുമ്പുള്ള വിവാഹങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന കുട്ടികളുണ്ടായിരുന്നു. അമ്ര എന്ന പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ മുമ്പ് അബൂ അമ്ര എന്ന പേരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടിരുന്നു. അങ്ങനെ ഈ കുട്ടി വന്നതിന്റെ ശേഷം സഹാബികളെല്ലാവരും പിന്നെ ഇതിന്റെ പേരിൽ കുഞ്ഞത്ത് പറഞ്ഞുകൊണ്ട് അബൂ അബ്ദുള്ള എന്ന അദ്ദേഹത്തിനെ വിളിക്കുമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പിതാവിന്റെ പേര് അഫ്ഫാൻ എന്നാണ്. ഇബ്നു അബിൽ ആസ് അൽ ഉമവി അൽ ഖുറൈശി, ഖുറൈശിയാണ്, ബനു ഉമയ്യ ഗോത്രത്തിൽപ്പെട്ട ആളുമായിരുന്നു. അദ്ദേഹം സാലിസുൽ ഖുലഫാഇർ റാഷിദീൻ, ഖുലഫാഉർ റാഷിദുകളിൽ 3ാമത്തെ ആളാണ്. വഅഹദിൽ അശറത്തിൽ മുബശ്ശരീന ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട വഴിക്ക് വഴിയായി നബി സല്ലല്ലാഹു അലൈഹി അബൂബക്കറിൻ ഫിൽ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, സഅദുൻ ഫിൽ, ഇങ്ങനെ വഴിക്ക് വഴിയായി 10 പേരെ പേരെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണ്. അതിൽ ആ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വമിനസ് സാബിഖീന ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് 4ാമത്തെ 5ാമത്തെ ആളായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിന്റെ ഫലമായിക്കൊണ്ട് ബഹുമാന ആദരണീയരായ ജാഹിലിയ കാലത്ത് തന്നെ ആദരണീയനായ വ്യക്തിയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സമ്പന്നനായിരുന്നു, എല്ലാവരിലും സർവ്വസമ്മതനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് 4ാമത്തെയോ 5ാമത്തെ ആളായി ഇസ്ലാമിലേക്ക് വന്നതാണ്. അദ്ദേഹത്തിന് ദുന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെട്ട ആളായിരുന്നു. ഉസ്മാൻ ദുന്നൂറൈൻ. എന്താ അതിന്റെ അർത്ഥം? 2 പ്രകാശമുടയാൾ എന്നാണ് അതിന്റെ അർത്ഥം, ദുന്നൂറൈനി. ആ പേരിൽ അദ്ദേഹത്തിന് അറിയപ്പെടാൻ കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ റുഖയ്യ എന്ന് പറയുന്ന മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ റുഖയ്യ റളിയല്ലാഹു അൻഹ ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അവർ മരണപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശേഷം 2ാമത്തെ മകളായ ഉമ്മു കുൽസൂം എന്ന് പറയുന്ന മകളെ വീണ്ടും വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പൊ 2 പ്രകാശം, അള്ളാഹുവിന്റെ റസൂലിന്റെ 2 പെൺമക്കള്, ആ പെൺമക്കളെ വിവാഹം കഴിച്ചിട്ട് പേര് ദുന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം അള്ളാഹുവിന്റെ റസൂൽ പിന്നീട് പറയുമായിരുന്നു, എനിക്ക് 3ാമതൊരു മകൾ കൂടി ഉണ്ടെങ്കിൽ ആ മകളെ കൂടി ഞാൻ ഉസ്മാൻ വിവാഹം കഴിച്ചു കൊടുക്കും. അത്ര നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രശംസക്ക് കാരണമായ, അതിന് പാത്രമായ, ആ പറയുന്ന പ്രശംസ പിടിച്ചുപറ്റിയ മരുമകനായിരുന്നു. അത്ര ആദരണീയരായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ പറയപ്പെടുന്നത് കേൾക്കണം. വമിനസ് സാബിഖീന യുലഖബ് ബിദ്ദുന്നൂറൈൻ. അള്ളാഹുവിന്റെ റസൂൽ ആയത്ത് റുഖയ്യ എന്ന് പറയുന്നവരെ വിവാഹം കഴിച്ചു. അവർ വഫാത്തായതിനു ശേഷം ഉമ്മു കുൽസൂം എന്ന് പറയുന്ന മകളെയും വിവാഹം കഴിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദീനുൽ ഇസ്ലാമുമായി, ഈ ആദർശവുമായി മക്കയിൽ ജീവിക്കാൻ കഴിയാത്ത അവസരം വന്നപ്പോൾ ഹബശയിലേക്ക് ഹിജ്റ പോയി. തന്റെ ഭാര്യയെയും കൂട്ടി, റുഖയ്യ റളിയല്ലാഹു അൻഹ റസൂലിന്റെ മകളെയും കൂട്ടി ഹബശയിലേക്ക്, ആഫ്രിക്കയിലേക്ക് ഹിജ്റ പോയ ആദ്യത്തെ ആളാണ്.
അദ്ദേഹം അങ്ങോട്ട് ഹിജറ പോയതിന്റെ ശേഷമാണ് പിന്നെ മറ്റുള്ള ആളുകൾ ഹബശയിലേക്ക് ഹിജറ പോയത്. അതിന്റെ ശേഷം പിന്നെ ആ ഹബശയിലേക്ക് ഹിജറ പോയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയി എന്നറിഞ്ഞപ്പോൾ ആ പറയുന്ന ആഫ്രിക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കാന യഥിഖു ബിഹി വയുഹിബ്ബുഹു വയുക്രിമുഹു. അദ്ദേഹത്തിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു റസൂൽ, വല്ലാത്ത ബഹുമാനമായിരുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ കൃത്യമായി അത് നിർവഹിക്കുന്ന ആളായിരുന്നു റസൂൽ. അദ്ദേഹത്തിന് അത്ര വിശ്വാസമായിരുന്നു. സുൽഹുൽ ഹുദൈബിയ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂലും സഹാബികളും ഉംറ ചെയ്യാൻ വേണ്ടി വന്ന ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഖുറൈശികൾ അവരെ തടഞ്ഞപ്പോൾ റസൂലിന്റെയും സഹാബിയുടെ ഉദ്ദേശ ലക്ഷ്യം ഇന്നതാണ് എന്ന് ഖുറൈശികളായ മുശ്രിക്കീങ്ങളെ അറിയിക്കാൻ വേണ്ടി അംബാസഡറായിട്ട് സഫീറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ. ഖുറൈശികൾ എടുത്ത് ചെന്നിട്ട് ഞങ്ങൾ വന്നത് ഉംറക്കാണ്, യുദ്ധം ചെയ്യാനല്ല, ആക്രമിക്കാനല്ല, അതുകൊണ്ട് ഞങ്ങൾ അതിന് അനുവദിക്കണമെന്ന്. കാരണം അദ്ദേഹത്തിനെ പറഞ്ഞയക്കാൻ കാരണം ഖുറൈശികളുടെ ഇടയിൽ അദ്ദേഹത്തിന് അത്ര അംഗീകാരവും ആദരവും ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഖുറൈശികളായ ആളുകൾ, അദ്ദേഹം മുസ്ലിം ആയതിന്റെ ശേഷം പോലും അവരദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തിനാണ് റസൂല് പറഞ്ഞയച്ചത്. അദ്ദേഹത്തിന്റെ വളരെ ലജ്ജ കൊണ്ട് ഏറ്റവും അറിയപ്പെട്ട ആളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വളരെയധികം ലജ്ജ എന്ന് പറയുന്ന സ്വഭാവമുള്ള ആളാണ്. അൽ ഹയാഉ മിനൽ ഈമാനി, ലജ്ജ എന്ന് പറയുന്നത് ഈമാനിൽപ്പെട്ടതാണ്. അതേപോലെ ഏറ്റവും ഉത്തമമായ സ്വഭാവങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാര്യയുമായി മറ്റുള്ള ആളുകളുമായി ഏറ്റവും നല്ല ഇടപെടലുകൾ, സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, അതിന്റെ പേരിൽ ഇസ്ലാമിന്റെ സഹായത്തിനു വേണ്ടി ധാരാളം സമ്പത്ത് ചെലവാക്കിയ ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൽ ഖിലാഫത്തി ബഅദ ശൂറ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കുത്തുകൊണ്ട് മരണത്തിന്റെ അടുത്തെത്തിയ സമയത്ത് സഹാബികളായ ആളുകളുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിനോട് ബൈഅത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അൽ മുവാഫിഖത്തി ബഅദ വഫാത്തി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സനത 23 അൽ ഹിജ്റ 23ാമത്തെ വർഷത്തിൽ, ഹിജ്റ 23ാമത്തെ വർഷത്തിലാണ് അദ്ദേഹം ഖലീഫയായിട്ട് ഏറ്റെടുക്കുന്നത്. വഖദ് ഇസ്തമറത്ത് ഖിലാഫത്തുഹു നഹവ 12 ആമൻ, 12 വർഷത്തോളം ഖലീഫയായിട്ട് മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം കഴിച്ചുകൂട്ടി. ثم في عهده جمع القرآن وعمل توسعة المسجد الحرام وكذلك المسجد النبي. പരിശുദ്ധ ഖുർആൻ ഒരുമിച്ച് കൂട്ടുക. പരിശുദ്ധ ഖുർആൻ പല സഹാബിയുടെ കയ്യിലും പല ഭാഗങ്ങളുമായി ചെതറിക്കടക്കുകയായിരുന്നു. പൂർണ്ണമായിട്ട് 2 ചട്ടകളുടെ ഇടയിൽ അത് ഒരുമിച്ച് കൂട്ടപ്പെട്ടത് ഇല്ലായിരുന്നു. പല ആളുകൾക്കും ഹൃദിസ്ഥമായി ഹിഫ്ളായിട്ടുണ്ട്. മറ്റ് പല ആളുകളുടെ പേരും കൈകളിലും പേപ്പറുകളിലും ഇലകളിലും മൃഗങ്ങളുടെ തൊലികളിലും മറ്റ് എല്ലുകളിലുമായിട്ട് എഴുതി വെക്കപ്പെട്ട അവസ്ഥയിലാണ് ഖുർആൻ. അത് ഒരുമിച്ച് കൂട്ടിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതേപോലെ മസ്ജിദുൽ ഹറാമിന്റെ വികസനം, മസ്ജിദുൻ നബവിയുടെ വികസനം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായി. മുസ്ലിം ഉമ്മത്തിന് മറ്റുള്ള ഇസ്ലാമിന്റെ പുറത്തുള്ള ശത്രുക്കളായ രാജ്യങ്ങൾ ധാരാളം യുദ്ധങ്ങളും മറ്റുമായി ഇസ്ലാമിന്റെ ഈ പറയുന്ന അധികാരത്തിലേക്ക്, ഭരണകൂടത്തിലേക്ക് വന്നത് ഇദ്ദേഹത്തിന്റെ കാലത്തിലാണ്. വിശാലമായ സാമ്രാജ്യങ്ങൾ, മറ്റ് ആർമേനിയ, ഖുറാസാൻ, ഖർമാൻ, സിജിസ്ഥാൻ, ആഫ്രിക്കയുടെ പല ഭാഗങ്ങൾ, യൂറോപ്പിന്റെ പല ഭാഗങ്ങൾ, ഏഷ്യ വൻകരയുടെ പല ഭാഗങ്ങൾ, അതൊക്കെ ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഇസ്ലാമിലേക്ക് വന്നത്. മുസ്ലിം സൈന്യങ്ങൾക്ക് വേണ്ടി നാവികപ്പട, സമുദ്രത്തിൽ യുദ്ധം ചെയ്യാനുള്ള ഏറ്റവും വലിയ നാവികപ്പട ആ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് അത് രൂപീകരിച്ചത്. കടലിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്യാനും ശത്രുക്കളുടെ ആക്രമണങ്ങൾ തടയാൻ വേണ്ടി കടലിന്റെ ഭാഗത്ത് മുസ്ലിം രാജ്യത്തിനോട് അടുത്തുള്ള കടലിന്റെ ഭാഗങ്ങൾ സംരക്ഷിത മേഖലയായി നോക്കാനുള്ള നാവികപ്പട രൂപീകരിക്കപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ പറയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിരന്തരം ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരുന്നു. നിരന്തരം ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരുന്നു. ധാരാളം ഖത്തം തീർക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ എപ്പോൾ നോക്കിയാലും പരിശുദ്ധ ഖുർആൻ മുസഹഫ് തുറന്നു വെച്ച അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്ന ഖലീഫ ഭരണം നടത്തുന്നത് കാരണം ലോകത്തുള്ള സമ്പത്തിന്റെ പർവ്വതങ്ങളെ പോലത്തെ സമ്പത്തുകൾ മുസ്ലിം രാജ്യത്തെ കുമിഞ്ഞുകൂടി വരുമായിരുന്നു. പല ഭാഗത്തിൽ കൂടെ ഗനീമത്ത് സ്വത്തായിട്ടും സക്കാത്തായിട്ടും വലിയ സമ്പത്തുകൾ മദീനയിലേക്ക് വരുമായിരുന്നു. ഖലീഫ പരിശുദ്ധ ഖുർആനുമായിട്ട് അത്ര ബന്ധമുള്ള ഖലീഫയായത് കാരണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അങ്ങനെ പറയും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധമാകുന്ന പക്ഷം അള്ളാഹുവിന്റെ കലാബ് പാരായണം ചെയ്താലും നമുക്ക് മതി വരികയില്ല. നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതാണെങ്കിൽ, അത് പരിശുദ്ധമാണെങ്കിൽ, ദുഷിച്ച ചിന്തകളും വൃത്തികേടുകളും ആശയങ്ങളും ഒന്നും ഇല്ലാത്ത പരിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളാണെങ്കിൽ അള്ളാഹുവിന്റെ കലാമ് നമുക്ക് പാരായണം ചെയ്താലും മതി വരികയില്ല, വയറ് നിറയുകയില്ല. അങ്ങനത്തെ വാക്കുകളുണ്ട് ഇദ്ദേഹത്തിന്. നിരന്തരം ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരുന്നു എന്ന്.
അദ്ദേഹത്തിൽ നിന്ന് ധാരാളം ആളുകൾ, സഹാബികളിൽപ്പെട്ടവരും താബിഈങ്ങളിൽപ്പെട്ടവരും ധാരാളം ആളുകൾ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം അദ്ദേഹം ഹിജ്റ പോയി, ഹബശയിലേക്കൊന്നും മദീനയിലേക്ക് മറ്റൊന്നും. അള്ളാഹുവിന്റെ റസൂലിന്റെ 2 പെൺമക്കൾ അദ്ദേഹം വിവാഹം കഴിച്ചു. ഖദിമൽ ജാബിയത്തമ ഉമർ റളിയല്ലാഹുവിന് ഷാമിന്റെ ഭാഗത്ത് പോയി ജാബിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് പോയൊരു സംഭവം. അവിടെ ചെന്നിട്ട് ചരിത്ര പ്രസിദ്ധമായൊരു ഖുത്ബ നടത്തി ഉമർ റളിയല്ലാഹുവിന് ഷാമിന്റെ ഭാഗത്ത്. അന്ന് കുഫാറുകളുടെ അടുത്തുള്ള രാജ്യങ്ങളാണ് ജാബിയ എന്ന പ്രദേശം, ഈ പറയുന്ന സിറിയ, ഫലസ്തീന്റെ ഭാഗത്ത്. അങ്ങോട്ട് ഉമർ റളിയല്ലാഹുവിന് പോകുന്ന സമയത്ത് പട്ടാള തലവന്മാര്, അമീറന്മാരുടെ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന് കൂടെയുണ്ടായിരുന്നു. ഉമ്മുഹു, അദ്ദേഹത്തിന്റെ മാതാവ് അർവ ബിന്തു ഖുറൈസ് എന്ന് പറയുന്ന സഹാബി വനിതയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മാതാവ് അർവ റളിയല്ലാഹുവിന്റെ സഹാബി വനിതയായിരുന്നു, ആദരണീയയായ സഹാബി വനിതയായിരുന്നു. വകാന ഉസ്മാനു ഫീമാ ബലഗനാ ലാ ബിത്വീലി വലാ ബിൽ ഖസീർ, അൽ ബിദായത്തു വൻ നിഹായയിലൊക്കെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്ന സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു വലിയ ദീർഘമുള്ള നീണ്ട വ്യക്തിയുമല്ല, കുറിയ ആളുമല്ലായിരുന്നു, ഒരു മിതമായ വലിപ്പത്തിന്റെ ഉടമയായിരുന്നു. ഹസനുൽ വജ്ഹി, കാണാൻ നല്ല അഴകുള്ള മുഖത്തിന്റെ ഉടമയായിരുന്നു. കബീർ അൽ ലഹ്യത്തി, വളരെ വലിയ താടിയുള്ള ആളായിരുന്നു. അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ താടി മടിയിൽ അത് വന്ന് മുട്ടുമായിരുന്നു, അതിലേറെ വലിപ്പമുള്ള വലിയ താടിയുള്ള ആളായിരുന്നു. അസ്മറുൽ ലൗനി എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു, ചില ആളുകൾ അബിയദ് എന്നും പറയുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു വെളുത്ത ആളായിരുന്നു. അതല്ല, അസ്മർ ഗോതമ്പ വർണ്ണമുള്ള ആളുകൾ, നമ്മുടെയൊക്കെ ശരീരത്തിന് പോലത്തെ, അദ്ദേഹം വെളുത്ത ശരീരക്കാരനായിരുന്നു എന്നുള്ളതാണ് കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം. അലീമുൽ ഖറാദീസ്, കൈക്കാലിന്റെ കെണുപ്പുകൾ, അതിന്റെ ജോയിന്റുകൾ, എല്ലുകളൊക്കെ നല്ല വലിയ ഒരു ശരീരഘടനയുള്ള ആളായിരുന്നു. ബഈദമാ ബൈനൽ മൻകിബൈൻ, 2 ചുമലിന്റെ ഇടയിൽ നല്ല വിശാലമായ അഥവാ നല്ല ചുമൽ പരപ്പുള്ള നല്ല ശരീരഘടനയുള്ള ആളായിരുന്നു. യഖ്ലുബു ബിസുഫ്രത്തി, താടിക്കൊക്കെ മഞ്ഞ ചായം കൊടുക്കുന്ന ആളായിരുന്നു. വകാന ഖദ് ശദ്ദ അസ്നാനഹു ബിദ്ദഹബി, അദ്ദേഹത്തിന്റെ പല്ലുകൾ സ്വർണത്തിന്റെ കമ്പി കൊണ്ട് അത് കൂട്ടി ബന്ധിപ്പിച്ചിരുന്നു, സ്വർണത്തിന്റെ കമ്പി കൊണ്ട്. അബൂ അബ്ദുള്ള ഷദ്ദാദ് റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ മൗല പറഞ്ഞു, റഅയ്തു ഉസ്മാന യഖ്തുബു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖുത്ബ പറയുന്നത് ഞാൻ കണ്ടു. വഅലൈഹി ഇസാറുൻ ഖലീലുൻ സമനുഹു 4 ദിർഹം, 4 ദിർഹം വിലയുള്ള പരിപരുത്ത ഒരു കരിമ്പടം അദ്ദേഹം അരയുടുപ്പായിട്ട് ധരിച്ചിരിക്കുന്നു. വറബ്തത്തുൻ കൂഫിയത്തുൻ മുമശ്ശഖ, അതേപോലെ തന്നെ കൂഫ ഇറാഖിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു അരപ്പട്ടയുമുണ്ട്, അതേപോലെ മുകളിൽ ധരിക്കുന്ന തട്ടം പോലത്തെ. ലർബൽ ലഹമി, അദ്ദേഹം ഐ ഖഫീഫിഹി, വലിയ തടിച്ച കൊഴുത്ത ഒരു ശരീരപ്രകൃതിയായിരുന്നില്ല, അല്പം മെലിഞ്ഞ ശരീരക്കാരനായിരുന്നു. ത്വവീലുൽ ലഹിയത്തി ഹസനുൽ വജ്ഹി, നല്ല മുഖം, അഴകുള്ള സൗന്ദര്യമുള്ള ആളായിരുന്നു, നീളമുള്ള താടിയുള്ള ആളായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഹസ്മു റഹിമഹുല്ലാഹ് പറഞ്ഞു, റഅയ്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഞാൻ കണ്ടു. ഫമാ റഅയ്തു ദക്കറൻ വലാ ഉൻസ അഹ്സന വജ്ഹൻ മിൻ, അദ്ദേഹത്തിലേറെ അഴകുള്ള ഒരു പുരുഷനെയും സ്ത്രീയെയും ഞാൻ കണ്ടിട്ടില്ല. ഹസൻ ബസ്രി പറഞ്ഞു, റഅയ്തുഹു വബിവജ്ഹിഹി നുക്താത്തുൻ ജുദ്രി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഞാൻ കണ്ടു, അദ്ദേഹത്തിന്റെ മുഖത്ത് വസൂരി എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയപ്പെടുന്ന, അതുണ്ടായാൽ ശരീരത്തിൽ പല ഭാഗങ്ങളിലും അതിന്റെ ഓരോ കുത്തുകൾ കാണുമായിരുന്നു. ഒന്നിരിക്കൽ അതുകൊണ്ട്, അതല്ലെങ്കിൽ മുഖത്ത് കൗമാരത്തിന്റെ പ്രായത്തിൽ മുഖക്കുരു വരും, അത് കൈകൊണ്ട് പൊട്ടിക്കും ഒഴിവാക്കും ചെയ്താലും മുഖത്ത് ചില കുഴികൾ അനുഭവപ്പെടും. അതുപോലത്തെ കുഴികൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ കണ്ടിരുന്നു. വഇദാ ശഅറുഹു ഖദ് കസാ ദിറാഅഹി, അദ്ദേഹത്തിന്റെ തണ്ടം കൈയിലൊക്കെ നല്ല രോമാവൃദ്ധമായ ശരീരമുള്ള ആളായിരുന്നു. സായിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, റഅയ്തുഹു യസ്ഫിറു ലഹിയതഹു ഫമാ റഅയ്തു ശൈഖൻ അജ്മല മിൻഹു, അദ്ദേഹത്തിനേറെ അഴകുള്ള ഒരു വയസ്സായ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, അത്ര അഴകുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഉസ്മാൻ ഇൻദ ബാബിൽ മസ്ജിദ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്നു, പള്ളിയുടെ വാതിന്റെ അടുത്ത് വെച്ച്. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഉസ്മാൻ ഹാദാ ജിബ്രീൽ യുഖ്ബിറുനി അന്നല്ലാഹ സവ്വജക ഉമ്മ കുൽസൂം, റുഖിയ എന്ന് പറയുന്ന മകൾ വഫാത്തായതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മു കുൽസൂം എന്ന് പറയുന്ന എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നു എന്നുള്ള വിവരം ജിബ്രീൽ ഇതാ എന്നോട് പറയുന്നു. ബിമിസ്ലി സദാഖി റുഖിയത വ അലാ മിസ്ലി സുഹ്ബതിഹാ, റുഖിയക്ക് എത്രയാണോ നിങ്ങൾ മഹർ കൊടുത്തു അതുപോലത്തെ മഹർ കൊടുക്കുക. റുഖിയയോട് എങ്ങനെയുള്ള സ്വഭാവത്തോടെയാണ് നിങ്ങൾ ജീവിച്ചത്, അതേ സ്വഭാവം ഉമ്മു കുൽസൂമിനോടും കാണിക്കുക. അങ്ങനെ നല്ല മാന്യമായ സ്വഭാവത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബൂ അയ്യിമിൻ, ഏതെങ്കിലും ഭർത്താവ് മരണപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളുടെ പിതാക്കളെ,
അലാ അഖു അയ്യിമിൻ, അതല്ല ഏതെങ്കിലും ഭർത്താക്കന്മാർ മരണപ്പെട്ട സഹോദരന്മാരായിട്ടുള്ള ആളുകളെ, യുസവ്വിജു ഉസ്മാനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നിങ്ങളടുത്ത് കുട്ടികളുണ്ടോ, സ്ത്രീകളുണ്ടോ? ഫഇന്നി ഖദ് സവ്വജ്തുഹു ഇത്നതൈൻ, എന്റെ 2 മക്കളെ ഞാൻ ഉസ്മാനെ വിവാഹം കഴിച്ചു കൊടുത്തു, 2 മരണപ്പെട്ടു. വലൗ കാന ഇൻദി സാലിസത്തുൽ സവ്വജ്തുഹു, 3ാമതൊരു പെൺമകളുണ്ടെങ്കിൽ ഞാൻ ഉസ്മാനെ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അത്ര നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ദുന്നൂറൈനി എന്ന് പറയാൻ കാരണം, അദ്ദേഹം ഒരു പ്രവാചകന്റെ 2 പെൺമക്കളെ, ആദ്യം ഒന്നിനെ, അതിന്റെ വഫാത്തിന്റെ ശേഷം മറ്റൊന്നിനെ വിവാഹം കഴിച്ച് വീട്ടിൽ കൂട്ടിയ വ്യക്തിയാണ്. ഈ ഒരു ആദരവ് മറ്റു ഒരു വ്യക്തികൾക്കും ഒരു പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ആർക്കും പറയാനില്ല, അവകാശപ്പെടാനില്ല. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാഫിഅൻ യദൈഹി യദ്ഉ ലി ഉസ്മാൻ, അല്ലാഹുവിന്റെ റസൂൽ 2 കൈയും ഉയർത്തിക്കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ജാഅ ഉസ്മാനു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലിന്റെ അടുത്ത് വന്നു. ബി അൽഫി ദീനാരിൻ ഫീ തൗബിഹി, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ 1000 സ്വർണ്ണ നാണയങ്ങൾ ചുരുട്ടിക്കെട്ടിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ 1000 സ്വർണ്ണ നാണയങ്ങൾ കൂട്ടി ചുരുട്ടി ആ കെഴിയുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നു. ഹീന ജഹസ ജയ്ഷൽ ഉസ്റ, തബൂക്ക് യുദ്ധത്തിലേക്ക് റസൂൽ പോകാൻ വേണ്ടി സൈന്യങ്ങളെ ഒരുക്കുന്ന സമയത്ത്, അന്ന് വളരെ പ്രയാസപ്പെട്ടൊരു കാലാവസ്ഥ, അതികഠിനമായ ചൂട്, മരങ്ങളിലെ ഈത്തപ്പഴങ്ങളൊന്നും അത് പാകമാകാത്ത സമയം, ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം, വളരെ യാത്ര ചെയ്യേണ്ടുന്ന ഷാമിന്റെ ഭാഗത്തേക്ക് പോകേണ്ടുന്ന യുദ്ധം, വലിയ ശത്രുക്കളെ റോമക്കാരെ നേരിടേണ്ടി വരുന്ന സംഭവം, ആ സമയത്ത് വമ്പിച്ച ചെലവുകളുള്ള യുദ്ധമായിരുന്നത്. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു 1000 പൊന്നിന്റെ നാണയങ്ങൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ കീഴിൽ കെട്ടി റസൂലിന്റെ അടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ ഫസബ്ബഹ ഫി ഹിജ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യുദ്ധ ഫണ്ടിലേക്ക് സംഭാവനയായി അള്ളാഹുവിന്റെ റസൂലിന്റെ മടിയിലേക്ക് ആ നാണയങ്ങൾ ചൊരിഞ്ഞു കൊടുത്തു. ഫജഅല യുഖല്ലിബുഹാ ബിയദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മടിയിൽ വെച്ച ആ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ എടുത്ത് മറിച്ചു നോക്കിയിട്ട് പറഞ്ഞു, മാ ലറ ഉസ്മാന മാ അമല ബഅദൽ യൗം, മാ അമില ബഅദൽ യൗം, ഇന്ന് ഈ പണി ചെയ്തതിന്റെ ശേഷം ഉസ്മാൻ ഇനി എന്ത് ചെയ്താലും അത് അവർ ഉദ്ധരിക്കൂല, അവന് ഒരു പ്രയാസം ഉണ്ടാവില്ല. അത്ര വലിയ സേവനാണ് ചെയ്തത്, അത്ര മഹത്തായ സംഭാവനയാണ് നൽകിയത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇഖ്വാനികളുടെ തലവനായിരുന്ന സയ്യിദ് ഖുത്ബ്, ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ നേതാവായ മൗദൂദി, സയ്യിദ് അബുൽ അഅല മൗദൂദി പോലത്തെ ആളുകളൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിമർശിച്ചുകൊണ്ട് അവരുടെ പുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളിലും പലതും എഴുതി വെച്ചത് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ ഈ സേവനം, ഈ പറയുന്ന ഫണ്ടും കണ്ടപ്പോൾ മാ ലറ ഉസ്മാന ബഅദൽ, ഉസ്മാൻ എന്ത് ചെയ്താലും ഒരു പേടിക്കണ്ട, അവന് ഉപദ്രവം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത തസ്കിയത്താണ്. അത് കൊടുത്തു എന്ന് മാത്രമല്ല, മുമ്പ് കേട്ടതുപോലെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ബഹുമാനാദരണീയനായ ആ സഹാബിയെക്കുറിച്ച് വിമർശിക്കുന്നത് അവർ എഴുതി വെച്ച പലതും നമ്മൾ കാണുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദക്ക് കടുകവിരുദ്ധമാണ് അവരെ ചെയ്ത കാര്യം. അള്ളാഹുവിന്റെ റസൂല് തസ്കിയത്ത് കൊടുത്തു, നല്ല ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോലത്തെ ഒരാൾക്ക് അതിൽ കൈകടത്താനോ അദ്ദേഹത്തിനെ കുറിച്ച് വിലയിരുത്താനോ അദ്ദേഹത്തിനെ കുറിച്ച് നിരൂപണം നടത്താനോ യാതൊരു അർഹതയില്ല, അതിന്റെ ആവശ്യമില്ല. മറ്റ് റിപ്പോർട്ടുകളിൽ പറഞ്ഞു, ബിസബഇമിഅത്തി ഊഖിയത്തിൻ മിൻ ദഹബിൻ, 1000 സ്വർണ്ണ നാണയങ്ങൾ എന്ന് പറഞ്ഞു. ഇതിൽ 700 ഊഖിയാണ്. അതൊക്കെ 2 പേരിലുള്ള അറിയപ്പെട്ടതാണ്, 2 നിലക്കിന്റെ രൂപങ്ങൾ പറഞ്ഞു എന്നുള്ളത്. ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ജഹസ ഉസ്മാൻ ബിസബഇമിഅത്തിൻ നാഖത്തിൻ വഖംസീന ഫറസ, എത്ര 750 ഒട്ടകം, 50 കുതിരകൾ ഈ പറയുന്ന തബൂക്ക് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഈ സ്വർണ്ണ നാണയങ്ങളുടെ പുറമെ അദ്ദേഹം സംഭാവനയായി നൽകിയിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച്, റഹിമല്ലാഹു ഉസ്മാൻ തസ്തഹീഹിൽ മലായിക, ഉസ്മാൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹുവിന്റെ മലക്കുകൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ ലജ്ജ കാണിക്കുന്നു. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പോലും ഉസ്മാൻ റളിയല്ലാഹുവിനോട് ലജ്ജ തോന്നുന്ന ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ. മുഹാജിരീങ്ങളായ ആളുകൾ മക്കയിൽ നിന്ന് സമ്പത്തും വീടും കുടുംബവും തൊഴിലും മുഴുവനും നഷ്ടപ്പെട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജറ പോയി, ഒന്നും കയ്യിലില്ലാതെ മദീനയിലേക്ക് ഹിജറ പോയി. അങ്ങനെ മദീനയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് വെള്ളത്തിന് വലിയ ക്ഷാമമായിരുന്നു അവർക്ക്. മദീന എന്ന് പറയുന്നത് ഉപ്പുവെള്ളമാണ് സാധാരണ. അപൂർവം ചില കിണറുകളിൽ ചില ഭാഗത്ത് മാത്രമേ നല്ല കുടിവെള്ളം ലഭിക്കുകയുള്ളൂ. അങ്ങനത്തെ പ്രദേശമാണ് മദീന എന്ന് പറയുന്നത്. അങ്ങനെ ഇവരവിടെ ചെന്ന സമയത്ത് വെള്ളത്തിന് ക്ഷാമം വന്നു, കുടിവെള്ളത്തിന്. വകാനത്തിൽ റജുലിൻ മിൻ ബനി ഗഫാരിൻ ഐനുൻ യുഖാലു ലഹു റൂമ, ബനു ഗഫാർ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യന് ഒരു കിണറുണ്ടായിരുന്നു, റൂമ എന്ന പേരുള്ള ഒരു കിണർ, കുടിവെള്ളത്തിന് അവർ ഉപയോഗപ്പെടുത്തും, നല്ല വെള്ളമുള്ള. അദ്ദേഹം വകാന യബീഉ മിൻഹാ അൽ ഖിർബത ബിമുദ്, ആളുകൾ തോൽപാത്രത്തിൽ അതിൽ നിന്ന് കുടിവെള്ളം നിറച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു മുദ്
അതിന് പകരമായി കൊണ്ട് പ്രതിഫലം വാങ്ങിയിരുന്നു. വെള്ളക്കച്ചവടം അന്നത്തെ കാലത്ത് തന്നെ മദീനത്ത് കുടിവെള്ളത്തിന്റെ ഒരു തോൽപാത്രം നിറച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു മുദ്ദ് ധാന്യം അതിന് പകരമായി വാങ്ങിയിരുന്നു. അങ്ങനെയാണ് വെള്ളം ആളുകൾ ശേഖരിച്ചിരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിച്ചു, തബീഉഹാ ബിഐനിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഇതിന് പകരം അള്ളാഹു നിങ്ങൾക്കൊരു കിണർ, ഒരു വെള്ളത്തടാകം അത് നൽകാൻ തയ്യാറാണ്. നിങ്ങൾ ഈ കിണർ അതിന് പകരം വിൽക്കുവോ? ഈ പൊതു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വിൽക്കുവോ? അതിന് പ്രതിഫലം സ്വർഗ്ഗത്തിലാണ് ഉണ്ടാവുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലൈസ ലീ യാ റസൂലല്ലാഹ്, അതിന് ഇതല്ലാത്ത എനിക്കൊരു വരുമാന മാർഗ്ഗമല്ല, ലാ അസ്തതിഉ ദാലിക, അങ്ങനെ കൊടുക്കാൻ എന്നെ കഴിയൂല. സഹായത അയാൾ പറഞ്ഞു, ഇത് വിറ്റു എന്നുണ്ടെങ്കിൽ വരുമാനം മുടങ്ങും, സ്വർഗ്ഗത്തിൽ കിട്ടുക എന്നുള്ള ഈമാന്റെ ചിലപ്പോൾ കുറവുകളുണ്ടാവും. അപ്പൊ ഈ വിവരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തി. അപ്പൊ ഫശ്തറാഹാ ബി 35,000 ദിർഹമിൻ, 35,000 വെള്ളി നാണയങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹം ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ആ കിണർ വാങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. ഉസ്മാൻ റളിയല്ലാഹു കാശ് കൊടുത്തു വാങ്ങി, 35,000 വെള്ളി നാണയങ്ങൾ കൊടുത്തുകൊണ്ട്. അങ്ങനെ റസൂലിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അത്തജ്അലു ലി മിസ്ലല്ലദീ ജഅൽത ലഹു ഐനൻ ഫിൽ ജന്ന, അവനോട് നിങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ ഇതിന് പകരം സ്വർഗ്ഗത്തിൽ നിങ്ങൾ എനിക്ക് ഒരു ഉറവ, ഒരു വെള്ളത്തടാകം, ആളുകൾ വെള്ളം ശേഖരിക്കുന്ന ഒന്ന് നിങ്ങൾ എനിക്കാക്കുവോ? ആ വാഗ്ദാനം എന്നോട് നൽകുവോ? ഇനിഷ്തറൈതുഹ, ഞാനത് വാങ്ങി പൊതു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സംഭാവനയായി നൽകിയാൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. അപ്പൊ ഖാല ഖദ് ഇഷ്തറൈതുഹാ വജഅൽതുഹാ ലിൽ മുസ്ലിമീൻ, അത് വാങ്ങി പൊതു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാനത് സംഭാവനയായി നൽകി വഖഫ് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് കിട്ടിയാൽ മതി. അദ്ദേഹം ചെയ്തു. അള്ളാഹുവിന്റെ റസൂലാണ് വാഗ്ദാനം ചെയ്തത്, നൽകാമെന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ നിന്ന് വാങ്ങിത്തരാ എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഇഷ്തറാ ഉസ്മാനു മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജന്നത മറത്തൈൻ, 2 പ്രാവശ്യം സ്വർഗ്ഗം വാങ്ങിയ ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലിന്റെ കയ്യിൽ നിന്ന്. അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി 2 പ്രാവശ്യം സ്വർഗ്ഗം വാങ്ങി. യൗമു റൂമ വ യൗമു ജയ്ഷിൽ ഉസ്റ, ഒന്ന് ഈ പറയുന്ന കിണർ വാങ്ങിയിട്ട് അത് സംഭാവന കൊടുത്ത സംഭവം, മറ്റൊന്ന് തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകുന്ന സമയത്ത് സ്വർണ്ണ നാണയങ്ങളും മൃഗങ്ങളും വാഹനങ്ങളും നൽകിയ ആ സംഭവം. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൽതജിഅൻ ഫീ ബൈതിഹി കാശിഫൻ അൻ സാഖൈഹി, റസൂൽ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ്. റസൂലിന്റെ തണ്ടം കാലിന്റെ അവിടെ നിന്നൊക്കെ വസ്ത്രം നീങ്ങിയ ഒരവസ്ഥയിലാണ്, വീട്ടിലാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വരാൻ വേണ്ടി സമ്മതം ചോദിച്ചു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു വന്നു, അവർ വന്നു, അനുവാദം കൊടുത്തു, അവരൊക്കെ ആ രൂപത്തിൽ വന്നു, ഇരുന്നു, സംസാരിച്ചു. അങ്ങനെ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരാൻ വേണ്ടി സമ്മതം ചോദിച്ചു. ആ വിവരം കിട്ടിയപ്പോൾ ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസവ്വാ തിയാബ, റസൂൽ എണീറ്റിരുന്നു, വസ്ത്രങ്ങൾ ശരിയാക്കി തയ്യാറ്. അങ്ങനെ അദ്ദേഹം കടന്നു വന്നു, സംസാരം നടന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയതിന് ശേഷം ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു, നിങ്ങൾ എണീറ്റിരിക്കേ വസ്ത്രം ശരിയാക്കിയേ ചെയ്ത? ഉമർ റളിയല്ലാഹു അൻഹു വന്നു, അപ്പോഴും ഒരു മാറ്റം ഉണ്ടായില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ പ്രത്യേകിച്ച് എന്താണ് ഇങ്ങനെ ഉണ്ടായത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ലജ്ജിക്കുന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം, പിന്നെ എങ്ങനെ ഞാൻ ലജ്ജിക്കാതിരിക്കുക എന്ന് മറുപടി പറഞ്ഞു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു മറ്റൊരിക്കൽ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കറിൻ, എന്റെ ഉമ്മത്തിനോട് ഏറ്റവും റഹ്മത്തും കാരുണ്യമുള്ള ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വഅശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ, അല്ലാഹുവിന്റെ ദീൻ നടപ്പാക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. വഅസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ, അവരിൽ ഏറ്റവും ലജ്ജ എന്ന് പറയുന്ന വിശേഷണം കാണിച്ച ആൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ധാരാളം അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകൾ, ആദരവുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. സഹീഹായ ഹദീസുകൾ തന്നെ ധാരാളമുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ് ഉസ്മാൻ റളിയല്ലാഹുവിനോട് ഖുർആൻ ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു ഉപദേശം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചത്. റോമക്കാരായ ഇസ്ലാമിലെ ശത്രുക്കളായ പല ആളുകളുമായിട്ട് യുദ്ധങ്ങൾ നടന്നപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾ പലരും അങ്ങനെ വധിക്കപ്പെടുകയും പല നാട്ടിലും പല ആളുകളും ഖുർആൻ അത് പാരായണം ചെയ്യുമ്പോൾ അതിൽ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളും കണ്ടപ്പോൾ 7 രൂപത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 7 രൂപത്തിൽ 7 സബ ഖിറാഅത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് ഒരു ഏക രീതിയിൽ രൂപത്തിൽ അത് ക്രോഡീകരിച്ച് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല അഭിപ്രായമാകുമെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയോട് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയക്കും. അവരുടെ കയ്യിൽ ക്രോഡീകരിക്കപ്പെട്ട ഈ ഖുർആൻ പൂർണ്ണമായിട്ടുണ്ടായിരുന്ന രൂപത്തിൽ. അങ്ങനെ സ്വഹാബികളിൽപ്പെട്ട സെയ്ദ് ബിൻ താബിത്ത്, സഈദ് ബിൻ ആസ്, അബ്ദുല്ലാഹ് ബിൻ സുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഹാരിത്ത് പോലത്തെ പ്രമുഖരായ എഴുത്തും വായനയും കൃത്യമായിട്ട് അറിയുന്ന സ്വഹാബികളെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ച് അങ്ങനെ ഖുർആൻ ഒരുമിച്ച് വിടുകയും ഇത് എല്ലാ രാജ്യങ്ങളിലേക്കും ഇതിന്റെ കോപ്പികൾ കൊടുത്തയക്കുകയും മറ്റുള്ള
ആളുകളുടെ കയ്യിലുള്ളത് മുഴുവനും കരിച്ച് ഒഴിവാക്കപ്പെടാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത്. അങ്ങനെയാണ് പിന്നീട് ഖുർആനെ ഏകമായ ഈ രൂപത്തിൽ അതിനെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും എല്ലാ സ്ഥലത്തും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടിയപ്പെട്ട ഖുർആനെ മുസഹഫ് എന്ന പേരിൽ അറിയപ്പെടാനൊക്കെ ഉണ്ടായ കാരണം. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു 10-12 വർഷത്തോളം ഭരണം നടത്തിയതിനു ശേഷം അവസാനത്തിൽ ശത്രുക്കളായ ആളുകൾ വന്ന് അദ്ദേഹത്തിനെ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അദ്ദേഹത്തിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ഉസ്മാൻ റളിയല്ലാഹുവിനോട് ഈ സംഭവങ്ങൾ പ്രവചിച്ച സഹിഹായ ഹദീസുകളും സംഭവങ്ങളും ഉണ്ട് താനും. ഉസ്മാൻ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നഹു സതുസീബുഹു ബൽവ, വിപത്തുകൾ പിടിപെടും, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വഅന്നഹു സയമൂതു ഫിഹാ ഷഹീദൻ, ഷഹീദായിട്ട് ശത്രുക്കളുടെ വാളാല ആയുധങ്ങളാല നിങ്ങൾ കൊല്ലപ്പെടും, ഷഹീദാകും എന്ന് പറഞ്ഞിരുന്നു. ഈ ഫിത്നകളും വിഷയങ്ങളും വരുന്ന സമയത്ത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് അദ്ദേഹത്തോട് റസൂൽ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ആ ഫിത്നകൾ വരുമ്പോൾ അതിൽ ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ധരിപ്പിച്ച ഈ ഖിലാഫത്ത് ഒരിക്കലും അത് ഒഴിഞ്ഞു കൊടുക്കരുത്, അതിൽ മറ്റുള്ള ഫിത്നകളിലേക്ക് കാര്യങ്ങൾ പോകരുതേ, ക്ഷമിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഫഅതാഅ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബിയഹു, റസൂലിനോട് പറഞ്ഞ ആ കരാർ പാലിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു. അദ്ദേഹം റസൂലിന് കൊടുത്ത ആ വാക്കിൽ യാതൊരു എതിരും ചെയ്യാതെ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഉ ലി ബഅദ അസ്ഹാബി, ഒരിക്കൽ റസൂൽ രോഗമായി കിടക്കുന്ന സമയത്ത് പറഞ്ഞു, എൻ്റെ സഹാബത്തിൽപ്പെട്ട ചില ആളുകളെ വിളിക്കുകയെന്ന്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കറിനെയാണ് വിളിക്കേണ്ടത്, റസൂൽ പറഞ്ഞു ഇല്ല. ഉമർ റളിയല്ലാഹുവിനെയാണ് വിളിക്കേണ്ടത്, കാലില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇബ്ന അമ്മിക അലിയെയാണ് വിളിക്കേണ്ടത്, നിങ്ങളുടെ പിതൃവിന്റെ മകനായ അലിയെ വിളിക്കേണ്ടില്ല. അപ്പൊ പറഞ്ഞു ഖുൽതു ഉസ്മാൻ, പിന്നെ ഉസ്മാനെയാണ് വിളിക്കേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതെ. അങ്ങനെ ഫലമ്മാ ജാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനഹി, ഒന്നട് പോകാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയോട് അവിടെ നിന്ന് പോകാൻ. അങ്ങനെ ജഅല യുസാറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് സ്വകാര്യമായിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. വലൗനു ഉസ്മാന യതഗയ്യർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമാകപ്പാട് വിവർണമായി. ഈ കേൾക്കുന്ന കാര്യത്തിന്റെ ഗൗരവം, ഇതൊക്കെ ഞാൻ നേരിടേണ്ടി വരുമെന്നുള്ള പേടി, ഉത്കണ്ഠകൾ, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറം അത് മാറാൻ തുടങ്ങി. ഫലമ്മാ കാന യൗമുദ്ദാരി വഹുസിറ ഫിഹാ, അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഇങ്ങനെ സംഭവം അന്നുണ്ടായിരുന്നു, എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എനിക്കറിയൂല. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കാൻ വേണ്ടി മിസ്റിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഖവാരിജുകൾ, തീവ്ര നിലപാടുള്ള വിഡ്ഢികളായ വിവരദോഷികളായ എടുത്തുചാട്ടക്കാരായ ആളുകൾ അങ്ങനെ വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 10-40 ദിവസത്തോളം അദ്ദേഹത്തിന്റെ വീടിൽ ബന്ദിയാക്കപ്പെട്ടവർ, തടവുകാരനായിട്ട് അവിടെ വെച്ച് പള്ളിയിലേക്ക് പോകാനോ അതല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ ശേഖരിക്കാൻ പോലും അനുവദിക്കാത്ത നിലക്ക് വീട്ടിൽ അദ്ദേഹത്തിനെ തടവുകാരനായിട്ട് ബന്ദിയാക്കപ്പെട്ടു. അപ്പോ ഇങ്ങനത്തെ ഈ വിഷയം വന്ന സമയത്ത് ഖുൽനാ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മറ്റു സ്വഹാബികളും പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ അലാ തുഖാതിലു, ഈ പറയുന്ന ശത്രുക്കളോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലേ? നിങ്ങളെ സഹായിക്കാൻ ഈ സ്വഹാബികളും അവരെ മക്കളും മുഅ്മിനീങ്ങൾ ധാരാളം ഉണ്ട് മദീനയിൽ, യുദ്ധം ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ആ സമയത്ത് പറഞ്ഞില്ല, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹിദ ഇലയ്യ അഹ്ദൻ, അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. വ ഇന്നി സ്വാബിറുൻ നഫ്സി അലൈഹി, ആ പറഞ്ഞ കരാർ പാലിക്കാൻ ഞാൻ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. സ്മൃതി അറിയും കൊല്ലപ്പെടും എന്നുള്ളത്, ഇവരെ കയ്യാലെ കൊല്ലപ്പെടും, വധിക്കപ്പെടും എന്നറിയും. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ വാക്കുകൊടുത്തത് കൊണ്ട് ക്ഷമിച്ച് സഹിച്ച് അദ്ദേഹം പോയി. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായത് അന്ന് റസൂൽ സ്വകാര്യം പറഞ്ഞത് ഈ സംഭവമായിരുന്നു. അദ്ദേഹം അതിൽ പേടിച്ച് വിവരണമായതും അദ്ദേഹം ആകെ ഉത്കണ്ഠപ്പെട്ടതും ഈ സംഭവത്തിന്റെ പേരിലായിരുന്നു എന്ന്. മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുമുള്ളാഹി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹായിത്തിൻ മിൻ ഹിതാനിൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലുള്ള ഒരു ഈത്തപ്പന തോട്ടത്തിൽ ഒരിക്കൽ ഞാൻ റസൂലിന്റെ കൂടെ ചെന്നൊരു ദിവസത്തിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിൽ പ്രവേശിച്ചു. അബൂ മൂസയും കൂടെ പോയി റസൂലിന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആ തോട്ടത്തിലുള്ള ഒരു കിണറിന്റെ പടുവിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിണറിലേക്ക് കാല് താഴ്ത്തിട്ടുകൊണ്ട് അവിടെ ചെന്നിരുന്നു. കുറച്ചു കഴിഞ്ഞു ആ തോട്ടത്തിന്റെ ഗേറ്റിന്റെ അടുത്ത് ആള് വന്നു നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരാൻ സമ്മതം ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് സമ്മതം കൊടുത്തോളി എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. റസൂൽ ഇരിക്കുന്നത് പോലെ റസൂലിന്റെ വലഭാഗത്ത് കിണറിലേക്ക് കാല് താഴ്ത്തിട്ട് അദ്ദേഹവും ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹം വന്ന സമയത്ത് ഇതുപോലെ സമ്മതം ചോദിച്ചു, കടന്നു വരാൻ അനുവാദം കൊടുത്തു. അദ്ദേഹം കടന്നു വന്ന് ഇടഭാഗത്ത് കിണറിലേക്ക് കാൽ താഴ്ത്തി അദ്ദേഹം ഇരുന്നു. കുറച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റൊരാൾ വന്നു. അപ്പോൾ വന്നു നോക്കുന്ന സമയത്ത് അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. സമ്മതം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് സമ്മതം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ
വബശ്ശിർഹു ബിൽ ജന്നത്തി അലാ ബൽവൻ തുസീബുഹു. മറ്റുള്ള സഹാബികൾക്കൊക്കെ കടന്നു വരാൻ അനുവാദം കൊടുത്തു തോട്ടത്തിലേക്ക്, അവർക്കൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനും പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നോട്ടെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയെന്ന് പറഞ്ഞു അബൂ മൂസയോട്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്ന സമയത്ത് അദ്ദേഹത്തിന് കടന്നു വരാൻ വേണ്ടി അനുവാദം കൊടുത്തോളി, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചോളി, അലാ ബൽവൻ തുസീബുഹു, അദ്ദേഹത്തിന് ചില വിപത്തുകൾ പിടിപെടും, ഈ കാര്യം കൂടി ഒന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അബൂ മൂസ പറയാണ്, ഈ പറഞ്ഞ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഫഹമിദല്ലാഹ്, അപ്പൊ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. സുമ്മ ഖാല അല്ലാഹുൽ മുസ്തആൻ, നിങ്ങൾക്ക് ചില വിപത്തുകൾ പിടിപെടുന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അറിയിച്ചപ്പോൾ അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആൻ എന്ന് പറഞ്ഞു. സഹായം തേടാൻ എനിക്ക് അർഹതയും യോഗ്യതയുമുള്ളത് അതിന് എനിക്ക് ഉള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന്. അങ്ങനെ ഏതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന കാലത്ത് 10-12 വർഷത്തോളം അധികാരം അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിന്നു. വളരെ സുഭിക്ഷമായ നിലക്ക് വളരെ വളരെ വിശാലമായ നിഅമത്തുകളും അനുഗ്രഹങ്ങളും ഇസ്ലാം അതിന്റെ സാമ്രാജ്യം അത് വിശാലമായി അത് ലോകത്ത് പരന്ന് ഇസ്ലാമിന്റെ ദഅവത്ത് പരന്ന്. അങ്ങനെ ഈ ശത്രുക്കളായ ആളുകൾ ചില സംശയങ്ങളുടെ പേര് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രത്യേകക്കാരായ ആളുകളെ പരിഗണിക്കുകയാണ്. അദ്ദേഹം എല്ലാ ആളുകളെയും ശ്രദ്ധിക്കുന്നില്ല, സൂക്ഷിക്കുന്ന പോലെ തെറ്റിദ്ധാരണയുടെ പേരിൽ ഈ പറയുന്ന ഖവാരിജുകൾ, തീവ്രവാദത്തിന്റെ നിലപാടുള്ള ആളുകൾ, പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ വന്നത് മിസ്രിൽ നിന്നായിരുന്നു. അവർ ഹജ്ജിന് ഉംറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോരുന്ന കൂട്ടത്തിൽ ആളുകളെ കൂട്ടി മദീനയിൽ വന്ന് സഹാബികൾപ്പെട്ട പല ആളുകളും ഹജ്ജിന് പോവുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അവർ വന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഈ നിലക്കുള്ള പ്രയാസപ്പെടുത്തിയിട്ട് അധികാരത്തിൽ നിന്ന് രാജിവെച്ചൊഴിയാനാണ് അവരുടെ കൽപ്പന. നിങ്ങൾ അധികാരം ഒഴിഞ്ഞു പോകണം. അദ്ദേഹമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഈ പറയുന്ന ഫിത്നകൾ വരും, ക്ഷമിച്ചു നിൽക്കണം, അള്ളാഹു നിങ്ങൾക്ക് ധരിപ്പിച്ച ഈ ഖമീസ്, ആ പറയുന്ന അധികാരം, ഈ ഖിലാഫത്ത് ഒരിക്കലും അത് ഒഴിഞ്ഞു കൊടുക്കരുതേ എന്നായിരുന്നു കൽപ്പന ഉണ്ടായിരുന്നത്. ക്ഷമിച്ചു നിന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ സഹാബത്ത് അറള അലൈഹി അസ്സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സഹാബത്തോ അതല്ലെങ്കിൽ അന്ന് അറിയപ്പെട്ട മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ ആരെങ്കിലും ഈ പറയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയിൽ പങ്കെടുക്കുകയോ അതിന് സഹായികളായി നിൽക്കുകയോ ചെയ്തിട്ടില്ല. ഈജിപ്തിൽ നിന്ന് മിസ്രിൽ നിന്നിട്ട് വന്ന ഈ പറയുന്ന വിഡ്ഢികളായ അക്രമികളായ അതിക്രമകാരികളായ ആളുകൾ, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞതുപോലത്തെ ഈ പറയുന്ന വിഡ്ഢികളായ ആളുകൾ, എടുത്തുചാട്ടത്തിന്റെ പക്വതയില്ലാത്ത, കാര്യബോധമില്ലാത്ത, ദീനിന്റെ പേരിൽ അറിയപ്പെടാത്ത, ദുഷിച്ച ഈ താല്പര്യങ്ങളുള്ള ആളുകളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ ആക്രമിച്ച് വധിച്ചുകൊണ്ട് കൊല്ലുന്നത്. ഇങ്ങനത്തെ ഈ വിഷയങ്ങൾ വന്നപ്പോൾ അവർ മദീനയിലേക്ക് വരുന്നത് ഇങ്ങനത്തെ ദുഷിച്ച ഉദ്ദേശങ്ങളുമായിട്ടാണ് എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവിടെ ഉണ്ടായിരുന്ന സഹാബികൾ പല പ്രാവശ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്, അദ്ദേഹം ഖലീഫയാണ്, അദ്ദേഹത്തിന് അനുവാദം സമ്മതമില്ലാതെ മറ്റുള്ള ആളുകൾക്ക് ഇതൊന്നും ചെയ്യാനും പറ്റൂ. ഇന്ന് മുസ്ലിം ലോകത്തുള്ള പല ആളുകളും മുസ്ലിം ഭരണാധികാരികളുടെ സമ്മതമില്ലാതെ പല എടുത്തുചാട്ടങ്ങളും പല കാര്യങ്ങളും ചെയ്യുന്നു. ഈ സഹാബികളായ ആളുകൾ കൃത്യമായി ഈ നിയമങ്ങൾ അവർ അറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പല പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾക്ക് സഹായികളായി സംരക്ഷകരായി ഈ അക്രമകാരികളായ ആളുകളുമായി യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളെ മക്കൾ തയ്യാറാണ്, നിങ്ങളുടെ അനുവാദം അതിന് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അനുവാദമില്ലാതെ, ഭരണാധികാരിയുടെ അനുവാദമില്ലാതെ മദീനയെ ആക്രമിക്കാൻ വേണ്ടി വന്ന, ഖലീഫയെ ആക്രമിക്കാൻ വേണ്ടി വന്ന ഈ ആളുകളെ എതിർക്കാൻ ആ സഹാബികൾ പോയില്ല എന്നുള്ളതാണ്. അവർ ദീന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട്. ആ സമയത്ത് അറള അലൈഹി സ്വഹാബത്തു റളിയല്ലാഹു അൻഹും അൻ യദ്ഫഉ അൻ, നിങ്ങൾ പ്രതിരോധിക്കാൻ, അവരിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പല പ്രാവശ്യം പറഞ്ഞു. വ അൻ യുഖാതിലു ദൂനഹു, നിങ്ങൾക്ക് സംരക്ഷകരായി അവരോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഫഅബാ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിസമ്മതിച്ചു. ലാ, അത് നിങ്ങൾക്ക് ഞാൻ അനുവാദം തരൂല എന്ന് മാത്രമല്ല, വ അമറഹും ബിൽ ഇൻസിറാഫി അൻ, നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് ഖലീഫയാണ്, ഇമാമ് നിൽക്കാൻ, നിസ്കരിക്കാൻ വരാൻ ഇവർ അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു. അദ്ദേഹത്തിന് അല്പം ശുദ്ധമായ വെള്ളം എടുക്കാൻ പോലും അദ്ദേഹത്തിനും വീട്ടുകാരും അനുവദിക്കാതെ, വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ അവർ തള്ളിക്കയറും. ഇങ്ങനത്തെ അവസ്ഥയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബികളോട് പറഞ്ഞു, നിങ്ങൾ പിരിഞ്ഞു പോകണം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, കൽപ്പിക്കാനുള്ളതാണ്, പിരിഞ്ഞു പോകണം, അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ അനുവദിക്കൂല. ത്വാഅത്തുൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ അഹിദ ഇലൈഹി, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ കൊടുത്ത കരാറാണ്, ക്ഷമിക്കാന്നുള്ളതാണ്. അവരക്രമിക്കേ, അവരുപദ്രവിക്കേ, അത് കാരണം മദീനയിൽ ഒരു ഫിത്ന പൊട്ടിപ്പുറപ്പെടാൻ ഒരിക്കലും കാരണക്കാരനാകരുതേ, ഇതാണ് ഞാൻ കൊടുത്ത വാക്ക്, അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം.
وحتى لا يتسبب في قتل غيره وهو يعلم أنه المراد لا غير. ഈ ശത്രുക്കൾ എന്നെ ആക്രമിക്കും, കൊല്ലും എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. ഈ പറയുന്ന വിഷയം മറ്റൊരു ഫിത്നയിലേക്കോ കുഴപ്പത്തിലേക്കോ കാരണമാകരുതേ, ഞാനതിന് തുടക്കക്കാരനാകരുതേ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഇബ്നുൽ അറബി അൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വജാഅ സയ്യിദ് ഇബ്നു സാബിത്തിൻ, സഹാബികൾപ്പെട്ട പ്രമുഖനായ ഖുർആൻ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട പ്രമുഖനായ സഹാബി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹഉലാഇൽ അൻസാർ ബിൽ ബാബ്, അൻസാരികളായ സഹാബികളും അവരെ കുട്ടികളും മക്കളും യുവാക്കളും വാതിക്കൽ നിൽക്കുന്നുണ്ട്. അവർ പറയുന്നു, ഇൻഷിഅത കുന്ന അൻസാർ അല്ലാഹി മറത്തൈൻ, നിങ്ങൾ പറയുന്ന വർഷം, നിങ്ങൾ അനുവദിക്കുന്ന വർഷം അള്ളാഹുവിന്റെ സഹായികളായി നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ മദീനയിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ അൻസാരികളാണ്. ആ റസൂലിന്റെ ഖലീഫയായ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ വന്ന സമയത്ത് ഇപ്പോഴും ഞങ്ങൾ അൻസാരികളാകാൻ തയ്യാറാണ്. 2 പ്രാവശ്യം ഞങ്ങൾ ആ പറയുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അൻസാരികളുടെ വാതിക്ക നിൽക്കണമെന്ന്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ലാ ഹാജത ബി ഫീ ദാലിക്, എനിക്ക് അതിന്റെ ആവശ്യമില്ല. കുഫു, നിങ്ങൾ നിങ്ങളുടെ കൈകളെയും ആയുധങ്ങളെയും തടഞ്ഞു നിർത്തിക്കോളി. ഒരക്രമവും ഒരു ഉപദ്രവവും ഒരനിഷ്ട കാര്യങ്ങളും ഇവിടെ ഉണ്ടാകാൻ ഇടവരുത്തരുതേ, കർശനമായിട്ട് പറഞ്ഞു. എനിക്ക് അതിന്റെ ആവശ്യമില്ല, ആരും പ്രതിരോധിക്കണ്ട. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിനെ കൊല്ലപ്പെടും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്നത്തെ രാത്രി സ്വപ്നം കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നോമ്പ് തുറക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത്, സമയമാകുന്നുള്ളൂ ഉസ്മാൻ, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ആ ദിവസം നോമ്പുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുന്നിൽ പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന സമയമായിരുന്നു. ആ ഘട്ടത്തിൽ ആ രൂപത്തിലാണ് അദ്ദേഹത്തിനെ ശത്രുക്കൾ കൊന്നത്. അന്ന് വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് കൊല്ലപ്പെട്ട നോമ്പുകാരനായ ഖലീഫയായ മഹാനായ ആ സഹാബിയെ ശത്രുക്കളായ ഈ തീവ്ര നിലപാടുള്ള ആളുകൾ എന്നുള്ളതാണ്. ഇബ്നുൽ അറബിൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സംഭവം പറഞ്ഞു. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളെ പ്രതിരോധത്തിൽ ആവശ്യമില്ല, നിങ്ങൾ പൊയ്ക്കോളി, ആയുധം നിങ്ങൾ താഴെ വെച്ചോളി എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീണ്ടും വന്നിട്ട് പറഞ്ഞു, അൽയൗമ താബൽ ദർബു മാക്, നിങ്ങളോട് കൂടെ നിന്ന് ശത്രുക്കളോട് യുദ്ധം ചെയ്യാമെന്ന് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, നിങ്ങൾ അനുവാദം വേണം. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അസംതു അലൈക ലതഖ്റുജന്ന, ഞാൻ നിന്നോട് കർശനമായി പറയുന്നു, ഇവിടുന്ന് പോകണം, വീട്ടിൽ പോകണം, ഈ പറയുന്ന വിഷയത്തിൽ ഇടപെടാൻ വരരുതേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, റസൂലിന്റെ പേരമകൻ, യുവാവാണ്, കിടുകിടുത്ത യുവാവാണ്. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് നിന്ന് അവസാനം ഇറങ്ങിപ്പോന്ന ആളാണ്. അങ്ങനെ ഫഇന്നഹു ജാ അൽ ഹസൻ വൽ ഹുസൈൻ, ഈ 2 സഹോദരന്മാർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, മർവാൻ, ഈ പറഞ്ഞവർ വന്നിട്ട് പറഞ്ഞു, എന്താണെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് സമ്മതം തരണം, ഈ ശത്രുക്കളെ ഞങ്ങൾ തടഞ്ഞോളാം, പ്രതിരോധിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഫഅസമ അലൈഹിം ഫി വദ്ഇ സിലാഹിഹിം വഖുറൂജിഹിം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിർബന്ധം പിടിച്ചു പറഞ്ഞു, ആയുധം വെക്കണം, നിങ്ങൾ ഇവിടുന്ന് പോകണം, നിങ്ങൾ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളെ വീട്ടിൽ പോയി വാതിലടച്ചു നിൽക്കണം, അവരെന്താ ഉദ്ദേശിച്ച് നടക്കട്ടെ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സുബൈറും മർവാൻ റളിയല്ലാഹു അൻഹു അവർ രണ്ടാളും പറഞ്ഞു, നഹ്നു നഅസിമു അലാ അൻഫുസിനാ ലാ നബ്റഹ്, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നല്ല, എന്ത് തന്നെയാണ് വീട്ടിൽ ഞങ്ങൾ പോകൂല, ഈ ഒരു രംഗം കണ്ടുകാണ്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയൂല എന്ന് പറഞ്ഞു. ഫഫതഹ ഉസ്മാനുൽ ബാബ്, അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു വാതിൽ തുറന്നു. വദഖലു അലൈഹി ഫീ, അപ്പോൾ ഈ ശത്രുക്കൾ തള്ളി വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ ഉപദ്രവിച്ചു. നായില എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാള് കൊണ്ട് വെട്ടുന്ന സമയത്ത് തടുക്കാൻ വേണ്ടി വന്ന നായില എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൈവിരലുകൾ അറ്റുമുറിഞ്ഞു പോയി. വീട്ടിലുണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും ഒരു കൊള്ളയടിച്ചു. അവർ വന്നത് മുസ്ലിം ഖലീഫനെയും ഇസ്ലാമിക രാജ്യത്തിനും നന്നാക്കാൻ വേണ്ടി വന്നത്. തീവ്രവാദികളുടെ സ്ഥിതി ഇതാ. അവര് തുടക്കത്തിൽ പറയാ രാജ്യം നന്നാക്കാൻ, നാടിനെ നന്നാക്കാൻ, നാട്ടുകാരെ നന്നാക്കാൻ. വന്നതിന് ശേഷം അവർ ചെയ്തത് ഈ വൃത്തികേടാണ്. ആ വീട് മുഴുവനും കൊള്ളയടിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യമാർ, സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. അവരെ പോലും ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചു. ഭാര്യയുടെ കൈവിരലുകൾ വെട്ടിമുറിച്ച് ഒഴിവാക്കി. ചില റിപ്പോർട്ടുകളിൽ ചരിത്രകാരന്മാർ പറയുന്നു, ആ ആക്രമിക്കാൻ വേണ്ടി ചില ആളുകൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്ഥലത്തിലും പിൻഭാഗത്തിലും അവരടിച്ചു. ആ കിട്ടിയ അവസരത്തിൽ അവർ ഈമാന്റെ ആളുകളും ഒരു തഖ്വന്റെ ആളുകളിൽ അവർ നാട് നന്നാക്കാൻ വേണ്ടി വന്നവർ, അവർ അഹ്ലുസുന്നന്റെ ആളുകളാണ്. ഇവിടെ നടക്കുന്ന അഴിമതിയും കാര്യങ്ങളും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ന് വന്ന ആളുകൾ ഈ പറയുന്ന ഫാസിഖീങ്ങളും ഫുജാറുകളുമായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഫഖതലഹുൽ മർഉൽ അസ്വദ്, അവരെ കൂടെ വന്നിരുന്ന കറുത്ത ഒരു ശരീരപ്രകൃതിയുള്ള ഒരു തൊലി നിറമുള്ള ഒരു മനുഷ്യനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്നത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇബ്നുൽ അറബിൽ മാലിക്കി റഹ്മഹുല്ലൊക്കെ അദ്ദേഹത്തിന്റെ അൽ അവാസിമു മിനൽ ഖവാസിം പോലത്തെ ഗ്രന്ഥങ്ങളിൽ എഴുതുന്നത്. വെള്ളിയാഴ്ചയുടെ രാവിലെ സമയത്താണ് ഈ സംഭവം നടന്നത്. ദുൽഹജ്ജ് മാസം 12-ാമത്തെ അസാനി അഷറ മിൻ ഷഹരി ദിൽ ഹജ്ജ്, ഹജ്ജിന്റെ മാസങ്ങൾ സഹാബത്ത് പലരും ഹജ്ജിന് പോയതാണ്. 12-ാമത്തെ ദിവസം അഥവാ അയ്യാമത്തെ ശരീഖിന്റെ ദിവസങ്ങളിൽ, മീനസനത്തിൽ ഖാമിസത്തി വ 30 ഹിജറ, ഹിജറ 35-ാമത്തെ വർഷത്തിൽ.
40ഓളം ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഉപരോധിക്കപ്പെട്ടിരുന്നു എന്നുള്ളത്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലയിൽ പങ്കെടുത്ത ആളുകൾ മുഴുവനും നിന്ദ്യരും നീചരുമായിട്ടാണ് പിന്നീട് ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അദ്ദേഹം കുത്തിപ്പിടിച്ചിരുന്ന വടി കാലിന്റെ മുട്ടിൽ വെച്ചുകൊണ്ട് പൊട്ടിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ കാൽ വെച്ചുകൊണ്ട് ആ വടി പൊട്ടിച്ചതിന്റെ ശേഷം പുഴുക്കൾ ആ മനുഷ്യന്റെ കാൽമുട്ടിൽ പ്രത്യേകമായി വന്ന വ്രണങ്ങളിൽ പുഴുക്കൾ വന്നിരുന്നു എന്ന് ചരിത്രകാരന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. ഏതാണെങ്കിലും സഹാബികളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഈ വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയോ അതിന് സഹായികളാകുകയോ ചെയ്തതായിട്ട് ഒരു സംഭവം സ്വീകാര്യോഗ്യമായ റിപ്പോർട്ടില്ല. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹുവിനോട് കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന സഹാബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നോ? അദ്ദേഹം പറയില്ല, നാലമു അഹദം മിന സ്വഹാബത്തി ഷാറക ഫീ ഖത്ലി ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലുന്ന ആ കാര്യത്തിൽ പങ്കെടുത്ത അങ്ങനത്തെ ചരിത്രത്തിൽ ഒരാളും ഇല്ലാന്ന് ഇമാം തുർമദി റഹ്മത്തുള്ളാഹി അലൈഹി സുനൻ തുർമദി വിശദീകരിക്കുന്ന അതിന്റെ ദർസിന്റെ സദസ്സിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ സംഭവങ്ങൾ കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി തുടക്കത്തിൽ ഇതിൽ പങ്കെടുത്തു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. ആ മനുഷ്യൻ സ്വഹാബിയല്ല, അബൂബക്കർ സിദ്ദീഖിന്റെ മകനായിരുന്നു. പക്ഷെ ദീനിന്റെ പേരിൽ അറിയപ്പെട്ട ബഹുമാനാദരണീയനായ വ്യക്തിയായിരുന്നില്ല. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അത് പറയുന്നുണ്ട്. ആ മനുഷ്യൻ വന്ന് ഉസ്മാൻ റളിയല്ലാഹുവിനെ താടിക്കും തലക്കും പിടിച്ചു എന്ന്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന് പറഞ്ഞു, നീ എന്റെ താടിക്ക് പിടിച്ചു വലിക്കുകയാണോ? നിന്റെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് ഈ താടിയെയും അതിന്റെ ഉടമയായ എന്നെയും ആദരിക്കലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തി അവൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കി തലയിൽ തട്ടമിട്ടുകൊണ്ട് ആ സദസ്സിൽ നിന്ന് പോവുകയും അവിടെ ആക്രമിക്കാൻ വേണ്ടി വന്ന ആളുകളെ അവന്റെ കഴിവിന്റെ പരമാവധി തടയുകയും ചെയ്തു. പക്ഷേ കൂടെ വന്ന അവന് പോലും പിന്തിരിഞ്ഞു പോകുന്ന സമയത്ത് ഇവരെ തടുക്കാനോ ഇവരെ തടയാനോ കഴിയാത്ത നിലക്ക് തെറ്റിലേക്ക് വരുന്ന ആളുകൾ പിശാചിന്റെ ആ തള്ളിച്ചയിൽ ഈ പറയുന്ന വൃത്തികേട് ചെയ്യാൻ വേണ്ടി അവർ വന്നു എന്നുള്ളതാണ്. ഏതാണെങ്കിലും ഈ പറയുന്ന ആളുകൾ ഇസ്ലാമിക ശത്രുക്കളുടെ പ്രേരണ കാരണവും പിശാചിന്റെ പ്രേരണ കാരണമൊക്കെ ഈ വലിയ ഈ വിപത്തിന് നേതൃത്വം കൊടുത്തു. അതവർ ചെയ്തു. ഏതാണെങ്കിലും വഖുത്തില മദ്ലൂമൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മർദ്ദിതനായിട്ട് അദ്ദേഹത്തെ കൊല്ലപ്പെട്ടു. വഖതലതുഹു ഫസഖ. ഹാഫിദ് നബവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പോലത്തവരൊക്കെ പറഞ്ഞു അദ്ദേഹത്തിനെ കൊന്ന ആളുകൾ തമ്മാടികളാണ്, അവര് ഏറ്റവും വലിയ അക്രമികളാണ്, വിവരമില്ലാത്ത വെഡ്ഡികളാണ്. അതല്ലാതെ സമൂഹത്തിൽ അറിയപ്പെട്ട കൃത്യതയുള്ള ദീനും നന്മയുമുള്ള ആരെങ്കിലും ഒരാൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഇതിൽ പങ്കെടുക്കുകയോ അതിന് സഹായികളായി വർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ പറയുന്ന 2 ഖലീഫമാരുടെ ശേഷം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ ഖലീഫയാണ്. മഹത്തായ ആ സ്ഥാനത്തിന് യോജിച്ചുന്ന അർഹതപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ബഹുമാന ആദരവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ കൂടെ മറ്റുള്ള സഹാബികൾക്ക് അത് സുപരിചിതമായിരുന്നു, പ്രസിദ്ധമായിരുന്നു. ഇതൊക്കെയാണ് ആ കാര്യങ്ങൾ. അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി അതിന് തയ്യാറായ അതിൽ പങ്കെടുത്ത ആളുകൾ മുഴുവനും നിന്ദ്യരും നീചരുമായിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയത്. ചില ആളുകൾ മാനസികമായ രോഗികളായി, മറ്റുള്ള ആളുകൾ വലിയ വലിയ അസുഖങ്ങളും വിപത്തുകളുമായി സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്ത നിന്ദ്യരായി. അലി റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ പോലത്തവർക്ക് അവരെ കുറിച്ച് ശപിച്ചിരുന്ന വാക്കുകൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലത്തെ വിപത്തുകളിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്ന് അതിൽ ഭാഗവാക്കാകുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാന്മാരായ ഈ സഹാബത്ത്, ഈ ഖുലഫാ ഉർ റാഷിദുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അറിയപ്പെട്ടതുപോലെ അതിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ ദുന്നൂറൈനി റളിയല്ലാഹു അൻഹു, 4ാമത്തെ ഖലീഫ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ്. ഇൻഷാ അല്ലാഹ് അടുത്ത സദസ്സിൽ അദ്ദേഹത്തിന്റെ ചെറിയ ചരിത്രങ്ങൾ തർജമ പറയാനും കേൾക്കാനും അവരെ മാതൃകയാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹാദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം.